കേക്കില്ലാതെ ക്രിസ്മസ് പൂർത്തിയാകില്ലെന്ന് സമ്മതിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഡിസംബർ 25 അടുത്ത് വരികയാണ്. യേശുവിന്റെ ജനനത്തെ അടയാളപ്പെടുത്തുന്ന ആഹ്ലാദകരമായ ഉത്സവം കൊണ്ടുവരാൻ അനേകം വീട്ടുകാരും ഒരുങ്ങിക്കഴിഞ്ഞു. ചില ആളുകൾക്ക് വീട്ടിൽ ക്രിസ്മസ് കേക്കുകൾ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്മസിന് ക്രിസ്മസ് ഗാനം പോലെ തന്നെ മധുരതരമാണ് ഏവർക്കും ക്രിസ്മസ് കേക്ക്. നൂറ്റാണ്ടുകളായി നമ്മെ കൊതിപ്പിക്കുന്ന ക്രിസ്മസ് കേക്കിനുമുണ്ട് ഒരു ചരിത്രം. മധ്യകാല ഇംഗ്ലണ്ടിലാണ് പ്ലം കേക്കിന്റെ തുടക്കം. ക്രിസ്മസിന് തൊട്ടു മുൻപുള്ള ആഴ്ചയിൽ ആളുകൾ ക്രിസ്മസിന് ഒരുക്കമായി നോമ്പും ഉപവാസവും ആചരിച്ചിരുന്നു. ലൗകികമായ എല്ലാ ആനന്ദങ്ങളിൽ നിന്നും ആ നാളുകളിൽ അവർ അകന്നു നിൽക്കും. ക്രിസ്മസിന് തലേന്ന് അവർ കഴിച്ചിരുന്ന വിഭവമായിരുന്നു പ്ലം പൊറിഡ്ജ്, തനി ലോക്കൽ ഭാഷയിൽ പറഞ്ഞ കഞ്ഞി. പിന്നീട് ആ പൊറിഡ്ജിൽ ഓട്സും സ്പൈസസും തേനും ചിലപ്പോൾ ബീഫും ചേർത്തു. പിറ്റേന്നത്തെ വിഭവസമൃദ്ധമായ ആഘോഷത്തിന് വയറിനെ ഒരുക്കുകയായിരുന്നു ലക്ഷ്യം. അന്നത്തെ ഈ പൊറിഡ്ജാണ് ക്രിസ്മസ് പ്ലം കേക്കിന്റെ മുതുമുത്തച്ഛൻ. 16-ാം നൂറ്റാണ്ടിന് ശേഷം ഓരോ ക്രിസ്മസും കഴിയും തോറും ഓരോരുത്തരും അവരുടെ മനോധർമ്മം അനുസരിച്ച് ഓരോ ചേരുവകൾ ചേർത്തു. ഓട്സിന് പകരം അതിൽ ധാന്യപ്പൊടിയും ഉണക്കമുന്തിരിയും സ്ഥാനം പിടിച്ചു. ക്രിസ്മസ് തലേന്ന് ഫാസ്റ്റിംഗ് കഴിഞ്ഞ് കഴിക്കാനായി ഉണ്ടാക്കിയിരുന്ന പ്ലം പൊറിഡ്ജ് പല ചേരുവകൾ ചേർന്നതോടെ ക്രിസ്മസ് പുഡിംഗ് ആയി മാറി. അങ്ങനെ കഞ്ഞി രൂപത്തിലുണ്ടായിരുന്ന പഴയ പൊറിഡ്ജ് കുറച്ചുകൂടി കട്ടികൂടി മാവിന്റെ രൂപത്തിലായി. ആ മാവാകട്ടെ അവർ മസ്ലിൻ തുണിയിൽ പൊതിഞ്ഞ് ചൂടുവെള്ളം നിറച്ച പാത്രത്തിൽ വെച്ച് ചൂടാക്കാൻ തുടങ്ങി. അതൊരു ബോളിന്റെ രൂപത്തിലായി തീർന്നു. ബേക്കിംഗ് സൗകര്യമുണ്ടായിരുന്ന സമ്പന്നർ വെള്ളത്തിലിട്ട് ചൂടാക്കാതെ അത് ബേക്കിംഗ് ചെയ്തെടുത്തു തുടങ്ങി. കേക്കിനൊരു നിയത രൂപവും കൈവന്നു. പിന്നീട് ക്രിസ്മസിന് തൊട്ടു മുൻപ് വരെ കാത്തിരിക്കാതെ ഡിസംബർ ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കി തുടങ്ങുന്ന പതിവിലേക്ക് മാറി. അതോടെ കേക്കുകൾ അലങ്കരിച്ചു തുടങ്ങി. പക്ഷെ എന്തുകൊണ്ടാണ് പ്ലം കേക്ക് എന്ന പേര് വീണതെന്ന കാര്യം ആർക്കും അറിയില്ല. ഒരുപക്ഷെ അതിന് കാരണം അതിൽ ചേർത്തിരുന്ന പ്രധാന ചേരുവകളിലൊന്ന് ഉണക്കമുന്തിരി ആയതുകൊണ്ടാകാം. കാരണം ഉണക്കമുന്തിരിക്ക് പ്ലം എന്ന ഒരു പേരും ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അതല്ല, ഒറിജിനൽ പൊറിഡ്ജിൽ പ്ലം ചേർത്തിരുന്നത് കൊണ്ടാവും ആ പേര് വീണതെന്ന് പറയുന്നവരുമുണ്ട്. കാലം ഒരുപാട് കഴിഞ്ഞെങ്കിലും കേക്കിന്റെ പ്രിയം കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ. 19-ാം നൂറ്റാണ്ടിലെ നവോത്ഥാന കാലത്ത് കേക്ക് ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകുമെന്ന് കരുതിയിരുന്നു. കാരണം വിക്ടോറിയ രാജ്ഞി ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന 12th നൈറ്റ് നിരോധിച്ചപ്പോൾ അന്നത്തെ പ്രധാന വിഭവവും ഈ പ്ലം കേക്ക് തന്നെയായിരുന്നു. പക്ഷെ രാജ്ഞി മൺമറഞ്ഞെങ്കിലും കേക്ക് പിടിച്ചു നിന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് ഈ കേക്കിന്റെ മാധുര്യം ലോകം മുഴുവൻ പടർന്നത് ബ്രിട്ടീഷ് കോളനികളിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷുകാരിലൂടെയായിരുന്നു. അവരുടെ കോളനികളായിരുന്ന അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങി സ്ഥലങ്ങളിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് കുടുംബങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയതോടെയാണ് ക്രിസ്മസ് കേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരം നേടിയത്. അവരാണ് ക്രിസ്തുമസിന് കേക്കും വൈനും പ്രചാരത്തിലാക്കിയത്. കഴിഞ്ഞ 2 നൂറ്റാണ്ടുകൊണ്ട് പ്ലം കേക്ക് ലോകത്തിലെ എല്ലാ മുക്കിലും മൂലയിലും സാധാരണമായി. ചില സ്ഥലങ്ങളിൽ ക്രിസ്മസിന് മുന്നോടിയായി ക്രിസ്മസ് കേക്ക് മിക്സിംഗ് തന്നെ ചടങ്ങായി മാറിക്കഴിഞ്ഞു. ബ്രിട്ടീഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ് കോളനികൾ ഇന്ത്യൻ പാചക രീതിയിൽ നിരവധി പാചക ഇൻഡന്റേഷനുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്മസ് കേക്കും അവർ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. താമസിയാതെ പ്രാദേശിക വ്യതിയാനങ്ങൾ ചേർത്തു ഈ കേക്കുകൾ പ്രധാന ഭക്ഷണമായി മാറുകയും ചെയ്തു. ക്രിസ്മസ് കേക്കും കരോളും ആഘോഷങ്ങളുമായി ഏവർക്കും അറിവ് സ്റ്റോറീസിന്റെ സ്നേഹത്തിന്റെയും നന്മയുടെയും ക്രിസ്മസ് ആശംസകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക.